നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ കോവിഡ് വ്യാപനം വർദ്ധിച്ചു വരുന്നതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട്. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെയും മരണപ്പെടുന്നവരുടെയും എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചതായാണ് കണക്കുകൾ. വ്യാഴാഴ്ച പുതുതായി 1640 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 19 കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഏപ്രിലിന് ശേഷം ഇത്രയേറെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ്. ജൂൺ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾക്കകം 13,000 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതായത് ദിവസവും ശരാശരി 1300 കേസുകൾ ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നു. രാജ്യത്ത് കോവിഡ് രോഗികൾ ഇനിയും കുറഞ്ഞാൽ നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ അടുത്ത ഘട്ടം തുടങ്ങുമെന്ന് ഖത്തർ അധികൃതർ. കേസുകളിലെ ഗണ്യമായ കുറവ് നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വഴിയൊരുക്കുമെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസുഫ് അൽ മസ്ലമാനിയാണ് പറഞ്ഞത്. ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് മുൻകരുതലുകൾ പാലിക്കുന്നതിൽ ഖത്തർ ജനതയുടെ സഹകരണവും പ്രതിബദ്ധതയും വാക്സിനേഷനിലെ ഉയർന്ന നിരക്കും രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയ്ക്കുന്നതിൽ നിർണായകമായിരിക്കുന്നു. കോവിഡ് നിയന്ത്രണം കാരണം വിമാന സർവീസ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കുവൈറ്റ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ അഹമ്മദ് നാസർ അൽ മുഹമ്മദ് അൽ സബാഹും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളിലെയും ഉന്നത സംഘവും കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രി ഡോക്ടർ അബ്ദുള്ള ഈസ അൽ സമാനും ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ത്യൻ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, കോവിഡ് പശ്ചാത്തലം നേരിടുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ, ഭക്ഷ്യസുരക്ഷ, സൈബർ സെക്യൂരിറ്റി, ഊർജ്ജ മേഖലയിലെ സഹകരണം തുടങ്ങിയവ സംബന്ധിച്ചും ചർച്ച നടത്തി. യുഎയിൽ ചൊവ്വാഴ്ച മുതൽ തുടങ്ങുന്ന ഉച്ചവിശ്രമം ലംഘിക്കുന്നത് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തും. കടുത്ത ചൂടിൽ നിന്ന് തൊഴിലാളികളെ സുരക്ഷിതമാക്കാനാണ് നിയമമെന്ന് അധികൃതർ അറിയിച്ചു. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 3 വരെ തൊഴിലാളികൾക്ക് പുറം ജോലികൾ തടഞ്ഞുകൊണ്ടുള്ളതാണ് നിയമം. 2005 മുതൽ യുഎ ഈ നിയമം കർശനമായി നടപ്പാക്കുന്നു. നിയമം ലംഘിച്ച് തൊഴിലാളികളെ പണിയെടുപ്പിക്കുന്നുണ്ടോ എന്നറിയാൻ 11 പരിശോധന സംഘത്തെ നിയോഗിച്ചു. യുഎയിൽ 3 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വാക്സിൻ പരീക്ഷണം നടത്താൻ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചു. ചൈനീസ് വാക്സിനായ സിനോഫാം ഉപയോഗിച്ചുള്ള ഇമ്മ്യൂൺ ബ്രിഡ്ജ് പഠനം ഇതിനോടകം തന്നെ ആരംഭിച്ചതായി മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര കോവിഡ് ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിച്ചും രക്ഷിതാക്കളുടെ സമ്മതത്തോടെയുമാണ് കുട്ടികളിൽ വാക്സിൻ പരീക്ഷണം നടത്തുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ വാഹന അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി ഷിൻസി ഫിലിപ്പ്, തിരുവനന്തപുരം സ്വദേശി അശ്വതി വിജയൻ എന്നിവരുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചു. നെജ്റ കിങ് ഖാലിദ് ആശുപത്രിയിൽ നഴ്സുമാരായിരുന്ന ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം വന്നിടിച്ചാണ് അപകടമുണ്ടായത്. നെജ്റാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ യദുമയ്ക്കടുത്ത് വെച്ചാണ് അപകടം നടന്നത്. രണ്ടുപേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബഹ്റൈനിൽ കുടുംബ സംഗമത്തിലൂടെ 5 സ്വദേശികൾ കോവിഡ് പരത്തിയത് 46 പേർക്ക്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിവാര സമ്പർക്ക ശൃംഖല റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. 67കാരനായ ഒരു വ്യക്തിയുടെ സമ്പർക്ക ശൃംഖല പരിശോധിച്ചപ്പോൾ 12 പേർക്ക് രോഗം പരത്തിയതായി കണ്ടെത്തി. എല്ലാവരും ഒരേ സ്ഥലത്ത് താമസിക്കുന്നവരാണ്. കൊച്ചുമക്കൾ, മരുമകൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് രോഗബാധയുണ്ടായത്. 49 വയസ്സുള്ള സ്ത്രീ 2 കുടുംബങ്ങളിലെ 9 പേർക്ക് രോഗം പരത്തി. പിതാവും സഹോദരിമാരും ഇവരിൽ നിന്ന് രോഗം പകർന്നവരിൽ ഉൾപ്പെടുന്നു. ഉച്ചജോലി വിലക്കുമായി ബന്ധപ്പെട്ട് നിയമലംഘനങ്ങൾക്ക് 200 ദിനാർ വരെ പിഴ ചുമത്തുമെന്ന് മാൻ പവർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 100 ദിനാർ മുതൽ 200 ദിനാർ വരെ ഓരോ തൊഴിലാളികൾക്കും പിഴ ചുമത്താമെന്നാണ് തൊഴിൽ നിയമത്തിലെ വ്യവസ്ഥ. തൊഴിലുടമയാണ് നിയമലംഘനത്തിന്റെ ഉത്തരവാദി. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 4 വരെയാണ് സൂര്യതാപം ഏൽക്കുന്ന തരത്തിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല. അബുദാബിയിലെ PCR ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ തിരക്കൊഴിഞ്ഞ നേരമുണ്ടാവില്ല. കാരണം ജൂൺ 15 മുതൽ പൊതുയിടങ്ങളിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ അൽ ഹുസ് ആപ്പിൽ ഗ്രീൻ പാസ് ഉണ്ടായിരിക്കണം. ഗ്രീൻ പാസ് ലഭിക്കണമെങ്കിലോ PCR ടെസ്റ്റിൽ കോവിഡ് നെഗറ്റീവ് ആവുകയോ വേണം. അടുത്ത ചൊവ്വാഴ്ച മുതൽ റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഷോപ്പിംഗ് മാളുകൾ, വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ജിമ്മുകൾ, ഹോട്ടലുകൾ, പാർക്കുകൾ, ബീച്ചുകൾ, സ്വിമ്മിംഗ് പൂളുകൾ, വിനോദ കേന്ദ്രങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, മ്യൂസിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രവേശിക്കുന്നതിനാണ് PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. വാഹനത്തിൽ നിന്നിറങ്ങാതെ വാക്സിൻ സ്വീകരിക്കുന്നതിനുള്ള ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തിയതായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെ ആയിരിക്കും പുതിയ സമയം. ജൂൺ 13 ഞായറാഴ്ച മുതൽ പുതുക്കിയ സമയം പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് ചൂട് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ലുസൈൽ, അൽ വക്ര എന്നിവിടങ്ങളിലെ ഡ്രൈവ് ത്രൂ സെന്ററുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയത്. രാത്രി 12 മണിയോടെ സെന്റർ അടയ്ക്കുമെന്നതിനാൽ രാത്രി 11 മണി വരെയായിരിക്കും വാക്സിൻ എടുക്കാൻ എത്തുന്നവർക്കുള്ള പ്രവേശനം. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.